അടുത്തത് സാമൂഹ്യ സേവന മേഖലയിൽ നിന്നുള്ളവരെ ആദരിക്കുന്ന ചടങ്ങാണ്. അതിലേക്കായി ക്ഷണിച്ചിരുന്നത് കാട്ടാക്കട ഡിവൈഎസ്പി അനുരൂപ് സാറിനെയാണ്. അദ്ദേഹം എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ ആ കടമ നിർവഹിക്കുന്നതിലേക്കായി റിട്ടയർഡ് ജില്ലാ ജഡ്ജിയും സംഘടനയുടെ അഡ്വൈസറി ബോർഡ് അംഗവുമായ AK ഗോപകുമാർ സാറിനെ ക്ഷണിക്കുന്നു. വിവിധ സാഹിത്യ സംഘടനകളിൽ നിന്നും നിരവധി പുരസ്കാരം നേരിട്ടുള്ള ശ്രീ സന്തോഷ് സ്ഥിതി മലയക്കൽ സാമൂഹ്യ ജീവന രംഗത്തെ സമർപ്പിത പ്രവർത്തനങ്ങൾ നാടകവേദിയിൽ അഭിനന്ദനമാണ്. നിലവിൽ മലയക്കൽ കലാസാഹിത്യ കൂട്ടായ്മയുടെ ജില്ലാ സെക്രട്ടറി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തിന് സ്നേഹാദരം. കൊറോണ കാലഘട്ടത്തിൽ 436 ദിവസങ്ങളോളം മുടക്കമില്ലാതെ നിർധന കുടുംബങ്ങൾക്ക് ഭക്ഷണവും മരുന്നുകളും ആവശ്യ സാധനങ്ങൾ എത്തിച്ചേരാൻ പ്രവർത്തിച്ച അലക്സ് ജെയിംസിന് ആദരവ് നൽകുന്നു. ഇപ്പോൾ നാട്ടിലെ ഒരു സ്ഥാപനത്തിൽ സുരക്ഷാ ജീവനക്കാരായി സേവനം അനുഷ്ഠിച്ചുകൊണ്ട് കലാസാഹിത്യ മേഖലകളിൽ സജീവമായി രംഗത്തിരിക്കുന്നു. ആദരവ്. അടുത്തത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ളവർക്കുള്ള ആദരവ് നൽകുന്ന ചടങ്ങാണ്. അതിലേക്കായി ക്ഷണിച്ചിരുന്നത് വനം വകുപ്പിൻ്റെ തിരുവനന്തപുരം ഡിവിഷൻ്റെ വൈൽഡ് ലൈഫ് വാർഡനായ SB വിനോദ് സാറിനെയാണ്. അദ്ദേഹവും മിനിസ്റ്റർ പങ്കെടുക്കുന്ന പരിപാടി തേക്കടിയിൽ ഉള്ളതിനാൽ അവിടെയാണ് എത്താൻ കഴിയില്ല എന്നറിയിച്ചിരുന്നു. അതുകൊണ്ട് വനം വകുപ്പിലെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു SB നായർ സാറിനെ ക്ഷണിക്കുന്നു. NCDHR റൈറ്റ്സ് എന്ന സംഘടനയുടെ ഭാഗമായി കേരളത്തിലെ 14 ജില്ലകളിലായി സ്ത്രീ ശാക്തീകരണം, ബാലാവകാശം, ദളിത് ആദിവാസി അവകാശങ്ങൾ, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ നിർണായ പങ്കുവഹിച്ചു. UN അസംബ്ലിയിൽ പങ്കെടുത്ത അന്തർദേശീയ അംഗീകാരം നേടിയ സാമൂഹ്യ പ്രവർത്തകരെ സമൂഹത്തിനായുള്ള സമർപ്പിത സേവനങ്ങൾക്ക് ഈ വേദിയിൽ ആദരിക്കും. 26 വർഷത്തെ അധ്യാപന പരിചയവും 6 വർഷത്തിലധികം പ്രിൻസിപ്പളായുള്ള സേവനമുള്ള അദ്ദേഹം നിലവിൽ പട്ടം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. സംസ്ഥാന സർക്കാരിന്റെ 2021 അധ്യാപക അവാർഡ് ഉൾപ്പെടെ 20 പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതിഫലിക്കും. അദ്ദേഹത്തിന്റെ സ്നേഹാദരം. ശിശുമന്ദിരം അടുത്തത് സാഹിത്യ മേഖലയിൽ നിന്നുള്ളവർക്കുള്ള ആദരവാണ് നൽകുന്നത്. അതിലേക്കായി ക്ഷണിച്ചിരുന്നത് പ്രശസ്ത സഞ്ചാര സാഹിത്യകാരനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും അതിലുപരി കള്ളിക്കാട്ടുകാരനും കൂടിയായ പ്രിയപ്പെട്ട KR അജയൻ ചേട്ടനെയായിരുന്നു. അദ്ദേഹത്തിന് വൈറൽ ഫീവർ ആയി കിടപ്പിലായതിനാൽ എത്താൻ കഴിയില്ല എന്ന് ഇന്ന് രാവിലെ മെസ്സേജ് അയച്ചിരുന്നു. ആ സാഹചര്യത്തിൽ ആദരവ് നൽകുന്നതിലേക്കായി കള്ളിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B വിനോദ് കുമാർ ചേട്ടനെ ക്ഷണിക്കുന്നു. പ്രദേശത്തെ സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറസാന്നിധ്യമായ നിങ്ങളുടെ സമർപ്പിത പ്രവർത്തനങ്ങൾക്ക് വേദിയായിരിക്കും. അജിത് ദേവപുര ആരാണ് വിലാസിനി അമ്മ എന്ന കഥാതിരക്കഥ അദ്ദേഹം നിർവഹിച്ചു. കടലിൽ നിന്ന കാക്കകൾ, പേര് പൂക്കുന്ന ചെടികൾ എന്നീ കവിതാ സമാഹാരങ്ങളിലൂടെ സാഹിത്യ ലോകത്ത് ശ്രദ്ധേയനായ അദ്ദേഹം JN രാജൻ, ചങ്ങമ്പുഴ, CV രാമപിള്ള, അമ്മച്ചി കലാഭവമണി തുടങ്ങിയ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. ഈ സമഗ്ര സംഭാവനയ്ക്ക് സ്നേഹമണി കലാസാംസ്കാരിക സമിതി ജില്ലാ സെക്രട്ടറിയും ഡിവൈൻ ആർട്ട് കലാസാഹിത്യ ജീവകാരുണ്യ സമിതിയുടെ സ്ഥാപക പ്രസിഡന്റുമാണ്. ഏഷ്യാനെറ്റ്, കൈരളി, ദൂരദർശൻ തുടങ്ങിയ മാധ്യമങ്ങളുമായി പ്രവർത്തിച്ചുള്ള 2006 രാജീവ് കലാലയ കവിതാ പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സ്നേഹാദരം. അവർ ഭാരത് സേവക് സമാജ് ദേശീയ പുരസ്കാരവും മറ്റും നേടി നിരവധി അവാർഡുകൾക്കായിട്ടുണ്ട്. മാറനല്ലൂർ സ്തുതി സാഹിത്യ ലോകത്ത് സ്വന്തം അടയാളം സ്ഥാപിച്ചിരിക്കുന്ന അവർ തിരുവാതിര, നൃത്തം, വീഡിയോ ആൽബം എന്നിവിടങ്ങളിലൂടെ തന്റെ കലാപ്രതിഭ പ്രകടനപ്പിക്കുന്നു. കവിതകൾ സ്കൂൾ കലോത്സവ വേദികൾ നിരവധി സമ്മാനാർഹമായിട്ടുണ്ട്. പുതിയ കാലത്ത് നഷ്ടമാകുന്ന എഴുത്തിലെ ഗ്രാമത്തുടിപ്പുകൾ കവിതയോട് സംരക്ഷിക്കുന്ന അദ്ദേഹത്തിന്റെ സമഗ്ര സാഹിത്യ സംഭാവനകൾക്ക് ഇവിടെ ആദരവ് നൽകുന്നു. അടുത്തത് ആരോഗ്യ മേഖലയിൽ നിന്നുള്ളവർക്കുള്ള ആദരവ് നൽകുന്ന ചടങ്ങാണ്. അതിലേക്കായി ക്ഷണിച്ചിരുന്നത് മമൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ MD LB അജയ്കുമാർ ചേട്ടനെയാണ്. അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കാനായി ഡൽഹിയിലായതിനാൽ പകരമായി എത്തിയ മമൽ ഹോസ്പിറ്റലിൻ്റെ മാനേജരും എൻ്റെ നാട്ടുകാരനുമായ പരുത്തിപ്പള്ളി R രാധാകൃഷ്ണൻ ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗവൺമെന്റ് ഫാമിലി ഹെൽത്ത് സെന്റർ ഡോക്ടറാണ്. രോഗികളെ സ്വന്തം ബന്ധുക്കളായി കാണുന്ന മനോഭാവത്തോടെയാണ് അദ്ദേഹം സമർപ്പിത സേവനം നടത്തുന്നത്. സ്നേഹാദരം. കളിക്കാട് പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്. പൊതുജനാരോഗ്യ രംഗങ്ങളിൽ സംരക്ഷണത്തിന്റെ സമർപ്പണത്തോടെ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥനാണ്. സ്നേഹാദരം. ആതിര പാലിയേറ്റീവ് കെയർ നഴ്സ്. ഒറ്റപ്പെടലിൽ കഴിയുന്ന രോഗികൾക്ക് കരുണയും കരുതലും നൽകുന്ന സേവന മനസ്സിന്റെ പ്രതീകമാണ്. സ്നേഹാദരം. ഷീല ആശാ വർക്കർ. കളിയോട് പ്രവർത്തനങ്ങൾ, ആരോഗ്യ ബോധവൽക്കരണം എന്നിവയിൽ നടത്തുന്ന സമർപ്പിത സേവനങ്ങൾക്ക് ഇവിടെ ആദരിക്കും.